നമസ്തേ. ഡബിൾ ബാരൽ മറ്റൊരു വീഡിയോവുമായിട്ട് വരികയാണ്. നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളെ ഈ എളിയ കുടുംബത്തിൽ നിങ്ങളും ഒരംഗമാകണം. ഞങ്ങളെ കൂടെ നിങ്ങളും ഒന്ന് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് അങ്ങനെ മോഹൻലാലിനെ കാണാനില്ല. മോഹൻലാൽ എവിടെ പോയി? മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് രാജിവെച്ചു. അങ്ങനെ ഒരു 100,000 കഥകളാണ്. കഥകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പത്രക്കാർക്ക് ഒരു രക്ഷയില്ലായിരുന്നു. അതും അങ്ങ് പൊളിഞ്ഞു. ഇയാൾ പുറത്തു വന്ന് ഇവരെ കണ്ടല്ലോ. അതോട് കൂടിയിട്ട് മോഹൻലാൽ മുങ്ങി. മോഹൻലാലിനെ കാണാനില്ല. മോഹൻലാലിനും പ്രശ്നങ്ങളുണ്ടോ? ഇങ്ങനെ ഒരു 100,000 ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ അയാൾ അവസാനം ഇന്ന് പറഞ്ഞു, ഞാന് ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ഗുജറാത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ബോംബെയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചെന്നൈയിൽ വന്നു. എൻ്റെ വൈഫിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കാരണമായിട്ട് ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ നിൽക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റാഞ്ഞത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പിന്നെ അദ്ദേഹം വളരെ വിശദീകരിച്ചുകൊണ്ട് പത്രക്കാരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. കാരണം അമ്മ എന്ന് പറയുന്ന സംഘടന വെറും സിനിമയിലെ മുഴുവൻ ആൾക്കാരെയും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സംഘടനയല്ല. അത് വെറും നടന്മാരെ മാത്രം പ്രതിനിധീകരിച്ചുകൊണ്ട്, നടന്മാര് മാത്രം മെമ്പർമാരായിക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. അപ്പം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കൊന്നും അമ്മക്ക് ഇടപെടാൻ പറ്റില്ല. പല കാര്യങ്ങളിലും ഞങ്ങളും നിങ്ങളെപ്പോലെ ഇപ്പോഴറിയുന്ന സംഗതികളാണ് ഇതൊക്കെ. അങ്ങനെ പല പ്രശ്നങ്ങളെ പറ്റിയിട്ടും അദ്ദേഹം വളരെ വിശദമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഇനി ചെയ്യേണ്ടത് പോലീസുണ്ട്, കോടതിയുണ്ട്, പിന്നെ ജനങ്ങളുണ്ട്, പിന്നെ പത്രങ്ങളായ നിങ്ങളും അതിൽ സഹകരിക്കണം. എല്ലാവരും കൂടി ഇതിലുണ്ടാകുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെയൊക്കെ തന്നെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ശുദ്ധി കലശം ചെയ്യുക തന്നെ വേണമെന്ന് അയാൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷേ നമ്മളെ പത്രക്കാർക്ക് ഇതൊന്നും പറ്റൂലല്ലോ. ഇവരൊരു അജണ്ടയാണല്ലോ. ഇവരിങ്ങനെ പഠിച്ചിട്ട് കുറച്ച് ചോദ്യമായിട്ട് ഇങ്ങനെ വരല്ലേ. കാരണം മോഹൻലാലിനെ എങ്ങനെ തല കുത്തനെ നിർത്താം? ആ ഇന്ന് ഞങ്ങൾ മോഹൻലാലിനെ തല കുത്തനെ നിർത്തും. അപ്പൊ ഇയാൾ ആദ്യം പറഞ്ഞു, എനിക്ക് ഈ പത്രസമ്മേളനം ഒന്നും ഫേസ് ചെയ്തിട്ട് വലിയ പരിചയമൊന്നുമില്ല. കാരണം ഇയാൾ സ്ക്രിപ്റ്റ് ഒക്കെ നോക്കിയിട്ട് പഠിച്ചിട്ട് അഭിനയിക്കാൻ അറിയാം. പക്ഷെ ഇവരെ ഈ കുത്തിത്തിരിപ്പ് ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. കാരണം അങ്ങനത്തെ കുത്തിത്തിരിപ്പാണല്ലോ ഇവര് ചോദിക്കുക. എന്തെങ്കിലും നമ്മളെ വായിൽ നിന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ ആ വീണതിന്റെ മേലിന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചോദിക്കും. എന്താ ചോദിക്കുക എന്നുള്ളത് യാതൊരു ഐഡിയ നമുക്ക് കിട്ടൂല. ഇത് എവിടുന്നാണ് ഇതിങ്ങനെ കിട്ടുന്നത് തന്നെ മനസ്സിലാവൂല. പാവപ്പെട്ട സാധാ ജനങ്ങൾ ചിലപ്പോ ആ കസേരയിൽ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് തോന്നിപ്പോകും. ഞാൻ ഇന്നലെ അതിലേ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിലെ പോകാനുള്ള കാരണം എന്തായിരുന്നു? നിങ്ങളുടെ വീട്ടുകാരെവിടെ ഉണ്ടായിരുന്നോ? അങ്ങനെ അതുകൊണ്ടാണോ നിങ്ങൾ പോയത്? അല്ലെങ്കിൽ നിങ്ങളെയും കാത്തുകൊണ്ട് ഇരയുണ്ടായിരുന്നോ? ആ ഇരയെ കാണാൻ വേണ്ടി ഒരു വേട്ടക്കാരനായിട്ടാണോ നിങ്ങൾ പോയത്? എന്നൊക്കെ പുകത്തടിച്ചങ്ങോട്ട് ചോദിക്കും. അപ്പൊ നമ്മൾ ശരിക്കും ചിലപ്പോണ്ടല്ലോ ഈ പത്രക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ ഞെട്ടിപ്പോവും. പത്രസമ്മേളനം ഒരു അജണ്ടയാണോ ഒരാളെ കൊണ്ട് എങ്ങനെയൊക്കെ അതിന്റെ തലേ ദിവസം വരെ ഇവരെ കൂടെ കുടിച്ച് ചാടി ആടി നൃത്താടിയിട്ട് ഈ സിനിമേനെ പറ്റിയിട്ടൊക്കെ റൈറ്റപ്പ് എഴുതി ഇതിന്റെയൊക്കെ പരസ്യങ്ങൾ വരെ കിട്ടി അങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ച് നടന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഓരെ പറ്റി എന്തെങ്കിലും ഒരു ചെറിയൊരു പിന്നു കൊണ്ട് കിട്ടുമ്പോ ആ പിന്നെടുത്ത് കുത്തി ആകെ തുളച്ച് നാശാക്കി കളയും. പിന്നെ ഒരു രക്ഷയും കിട്ടൂല. നാട്ടിലിറങ്ങാൻ പറ്റൂല, ഓരോ കുടുംബത്തിൽ ഇറങ്ങാൻ പറ്റൂല, ഓരോ വീട്ടുകാരെ ഓരോ മക്കളെ മുന്നിൽ വരെ ഒരു മുഖത്തോട് നോക്കാൻ പറ്റൂല. അങ്ങനത്തെ സ്ഥിതിയിലാക്കും. എന്താ ഇവരെ വീട്ടിലൊന്നും ഇവരൊന്നും അച്ഛനും അമ്മയോ ഈ പെങ്ങന്മാരും ഭാര്യയും കുട്ടികളും ഇവരൊന്നും ഇല്ലാത്തൊരു ടൈപ്പ് ആൾക്കാരാണോ ഇവര്? ഇവരെ വിധാനം വേറെ എന്തോ ഒരു സംഭവമാണ്.
പത്രം എന്നൊക്കെ പറയണ്ട എന്തോ ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ഒരു ടിവി എന്നൊക്കെ പറയണ എന്തോ ഒരു സംഗതി. ഇവരെ വിചാരം ഇവരാണ് പോലീസ്, ഇവരാണ് കോടതി, ഇവരാണ് എല്ലാം അറിയിക്കേണ്ടത്, ഇവരാണ് ജനങ്ങളെ എല്ലാം അറിയിക്കേണ്ടത് എന്നൊക്കെ ഒരു വിചാരമാണ്. ഇവർക്ക് എന്താണ്, ആരാണ് ഇത്ര വലിയ അധികാരം കൊടുത്തിട്ടുള്ളത്? ഇവര് അറിയിക്കണം. എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെ പറ്റി ജനങ്ങളെ അറിയിക്കണം. പക്ഷെ നൂലാമാല ആ വീട്ടിന്റെ അകത്ത് മരിച്ചു കിടക്കുന്ന ഓരോ വീട്ടിലൊക്കെ കേറിയിട്ട് ചോദിക്കുന്ന ചോദ്യം കണ്ടിട്ടില്ലേ ആ കുട്ടീന്റെ അച്ഛനോടൊക്കെ? ഇപ്പൊ ഒരു കുട്ടി മരിച്ചു കിടക്കുകയാണ്, ആ കുട്ടീന്റെ അച്ഛനോട് ചോദിക്കുക ചെയ്യുക, ഇന്ന് രാവിലെ അവൻ ടാറ്റ പറഞ്ഞിട്ടാണോ പോയത്? ഇന്നലെ നിങ്ങൾ പിന്നെ ഈ ടാറ്റ പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ നിങ്ങൾ പാലിന്റെ കുപ്പി കൊണ്ടു കൊടുത്തിരുന്നോ? നിങ്ങൾ സ്കൂളിൽ കൊണ്ടാക്കിയോ? കൊണ്ടാക്കി വരുമ്പോൾ എന്തായിരുന്നു സംഭവിച്ചത്? നിങ്ങൾ അവനെ ആലോചിച്ച് ഇങ്ങനെ നടന്നു വരികയായിരുന്നോ? അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു സാധനമൊക്കെ അവള് ചോദിക്കുക. ഇത് മരിച്ചിട്ട് ആ കുട്ടി മരിച്ചിട്ട് ആ അച്ഛൻ ഇങ്ങനെ വളരെ വിഷമത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ പോയിട്ട് ചോദിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയൊക്കെ എന്തെങ്കിലും ഒരു ബലാത്കാരമായ എന്തെങ്കിലും ഒരു കേസിലൊക്കെ പെട്ട് വീട്ടിലിങ്ങനെ അത് ആ കുടുംബമൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കുടുംബത്തിനോടൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്തുനിന്ന് കൈയെടുക്കാൻ തോന്നില്ല സത്യം പറഞ്ഞാല്. സത്യം പറയാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനത്തെ സംഗതികളാണ് ഇവര് ചോദിക്കുക. ഈ ഇപ്പൊ അടിയുണ്ടല്ലോ, ഇപ്പൊ അടിയും പിടിച്ചിട്ട് ഇങ്ങനെ പോവുക ചെയ്യ. ഇപ്പൊ അടിയും പിടിച്ചിട്ട് എവിടെയും കേറി ചെല്ലാന്നില്ല ഒരു 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 ഹുങ്കാണ്. ആ ഹുങ്കായിട്ട് അങ്ങോട്ട് പോവുക ചെയ്യ. പത്രധർമ്മം എന്നാ അതിനെ പറയുന്നത്. ഇന്ന് മോഹൻലാലിനോട് ആ സ്റ്റേജില് അയാള് പറഞ്ഞ് എനിക്കിനി ഒന്നും പറയാനില്ല. അത്രയ്ക്കേ പറയാനുള്ളൂ. ഞാൻ എന്താ ഇപ്പൊ ഇതിന് പറയാ? കാരണം ഏതെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണിനെയും കൊണ്ട് ഏതെങ്കിലും ഒരു സെറ്റിന്റെ അകത്തുനിന്ന് എന്തോ തോന്നിയവാസം കളിച്ചാല് ഇയാളിപ്പോ എന്താ പറയാ? ആലോചിച്ചു നോക്ക്. ഏതൊക്കെയോ ഏജൻസി ത്രൂ എങ്ങനെയൊക്കെയോ ആയിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടികൾക്കൊക്കെ ഈ സൈഡ് ആക്ടർ റോളിനൊക്കെ വേണ്ടിയിട്ട് പല ആൾക്കാരും വരും. അപ്പൊ ഇവര് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളൊക്കെ പല കളികളും കളിക്കും. എന്തിനും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കൊല്ലറ്റാണ് ഇവിടെ ഷാരൂഖ് ഖാൻ വന്ന് കേരളത്തിൽ എന്തോ ഒരു സംഗതിക്ക്. ആ വന്നപ്പോ ഈ ഷാരൂഖ് ഖാൻ മുഖം ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോ നമ്മളെ പ്രഗത്ഭരായിട്ടുള്ള ഇന്നത്തെ പല നടികളും ഷാരൂഖ് ഖാന്റെ ഉമ്മക്ക് സ്റ്റേജിന്റെ മേലെ ഷാജി ഖാൻ എന്നാ പിടിച്ചോ, എന്നാ പിടിച്ചോ, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു 10-15 പെൺകുട്ടികൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കൊടുക്കത്ത്. കഴിഞ്ഞ ദിവസം കൂടി ഇതിന്റെ വീഡിയോ കണ്ടതാ. ഇതിപ്പോ പല വീഡിയോകളും ഇറങ്ങുമല്ലോ, അങ്ങനെ കണ്ടതാ. അതിങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ ഷാരൂഖ് ഖാൻ തന്നെ തിരിച്ചിട്ട് നിന്നിട്ട് പറയാണ് കേരളം ഒരു ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ്. വെറുതെ അല്ല മോഹൻലാൽ ഒന്നും കേരളം വിട്ടിട്ട് എങ്ങോട്ടും പോകാത്തത്. ആ ഷാരൂഖ് ഖാൻ പറഞ്ഞതാ. അപ്പൊ ഈ സിനിമ എന്ന് പറയുന്ന ലോകത്തിന്റെ അകത്ത് ഇങ്ങനെ പലതും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിനൊക്കെ മോഹൻലാലാണോ മറുപടി പറയേണ്ടത്? അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ സിനിമാ നടന്മാരൊക്കെ ഇതിന് മറുപടി പറഞ്ഞിങ്ങനെ നടക്കുകയാണ് വേണ്ടത്? ഇപ്പൊ സിനിമാ നടന്മാർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ മാതിരിയാ. ചോദ്യങ്ങളുടെ ശരല്ലേ, ശരം ഇങ്ങനെ ഇങ്ങനെ ഇത് വിടല്ലേ. എതിലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇവര് വടിയായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ആ ഇന്നലെ കണ്ടിട്ടുണ്ട്. ഇന്നലെ ഒന്ന് രാവിലെ കാണുന്നു റിപ്പോർട്ടർ ചാനലുകാര് ഒരു കാർ എടുത്തിട്ട് മുകേഷ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അതാ പോയിക്കൊണ്ടിരിക്കുന്നു, പോലീസ് കൂടെയുണ്ട്, അയാൾ ഇന്നലെ വരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നില്ല, ഇറങ്ങുന്നു, എങ്ങോട്ട് പോകുന്നെന്ന് അറിയില്ല, സ്ഥാനം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ജയിലിലേക്കാണോ പോകേണ്ടത് എന്ന് ആർക്കറിയില്ല, അയാൾ അതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്താ ഇപ്പൊ ചെയ്യ? അയാൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് അയാളിപ്പോ എന്താ ചെയ്തത്? ഒരു വലിയൊരു ഭയങ്കര ഒരു സംഭവം ഇപ്പൊ എന്താ അയാൾ ചെയ്തത്? ഏതൊക്കെയോ പെൺകുട്ടികൾ കാരണം അയാൾ വള പിടിച്ച്, അയാൾ കാല് പിടിച്ച്, അയാൾ എന്റെ ഇവിടെ പിടിച്ച്, ഇത് ഒറ്റ പിടിച്ചത് 14 കൊല്ലം മുന്നേ 18 കൊല്ലം മുന്നേ ഒക്കെ തോണ്ടിയതും തൊട്ടതാണ് ഇപ്പൊ പറയുന്നത്. എല്ലാരെ പറ്റിയിട്ട് അങ്ങനെ തന്നെയാ. ഈ 14 കൊല്ലം ഇവർക്കൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. ഏഹ് ഇപ്പോഴാണ് ഒരു 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 ഹേമ കമ്മിറ്റി ഈ ഒരു ജഡ്ജിന്റെ മുന്നിൽ പോയി ഇതൊക്കെ പറഞ്ഞതിന് ശേഷം, പറഞ്ഞതിന് ശേഷം പറഞ്ഞോ അതുമില്ല. അതിന് ശേഷം 4.5 കൊല്ലമായിട്ട് പൂത്തിയിട്ട് അവിടെ ഒരു മൂലക്ക് എവിടെയോ വെച്ചിരുന്നത്, അന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴത് ആ ഇതുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോ പല ആൾക്കാരെ പറ്റിയിട്ടും പല സംഗതികളും എവിടെയും പോകാൻ പറ്റൂല. പൃഥ്വിരാജ് വിചാരിച്ച് ഞാൻ ഓൻ രക്ഷപ്പെട്ട് അത് നോക്കുമ്പോ ഓൻ്റെതും പറ്റിയിട്ട് അതാ പറയുന്നത്. ഓന്റെ സിനിമയില് ഏതോ ഒരു സഹസംവിധായകനോ ആരോ ഒരാള് ഏതോ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെയാ പറയുന്നത്. ഈ ബലാത്സംഗം ചെയ്തിട്ട് ഓളിത്ര കാലം മിണ്ടാണ്ട് ചെയ്ത് സിദ്ദിഖിന്റെ ഏതോ റൂമിന്റെ അകത്ത് ഇന്നെ പൂട്ടിയിട്ട് പോയി എന്നൊക്കെയാ പറഞ്ഞത് സിദ്ദിഖ്. അപ്പൊ ഈ സിദ്ദിഖ് റൂം പൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ആ ലോഡ്ജിന്റെ അകത്തേക്ക് ഇപ്പോൾ ഒറ്റക്ക് എന്തിനാ പോയത്? എന്തിന്റെ ആവശ്യം?
അപ്പൊ എന്തൊക്കെയോ നേടാൻ വേണ്ടി പോകുന്നു. നേടാൻ വേണ്ടി പോകുമ്പോൾ അത് നേടിയെടുക്കാൻ പറ്റാത്തതിന്റെ ഒരു തരത്തിലുള്ള ഒരു സാഡിസമാണ് അവിടെ കാണുന്നത്. നക്സലൈറ്റുകാരെ മനസ്സാ, എനിക്ക് ഏതായാലും കിട്ടിയിട്ടില്ല, കേട്ടക്കെട്ടവനൊക്കെ, ഇനി ഏതായാലും ഇവനൊന്നും ഇങ്ങനെ നടക്കണ്ട എന്ന് തന്നെയാണ്. ഇതൊക്കെ കോടതിയിൽ തെളിയിക്കാൻ പറ്റുമോ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഓക്കെ ആണെന്നൊക്കെയാ പറയുന്നത്. എന്താന്ന് ആർക്കറിയാം. ഏതായാലും ഒരു 4 ദിവസം ഇവരൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും പറയാൻ പറ്റില്ല. ഓരോരോ ഗതികേട് എന്നെല്ലാം പറഞ്ഞാൽ പോരെ ഇതിനൊക്കെ. ഏതായാലും അങ്ങനെ ഒരു 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 മേഖലയിൽ സിനിമ നടന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വയസ്സാവുന്ന ചാവുന്ന വരെ കണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എന്റർടൈൻമെന്റ് ആണിത്. ഒരു എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ ആ എന്റർടൈൻമെന്റ് നമ്മളിങ്ങനെ കണ്ട് ഇരുന്ന് രസിച്ച് അതിനൊരു സുഖമാണ്. ചിലവര് തമാശ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ചിലവര് സീരിയസ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ചിലവര് രണ്ടും കൂടി മിക്സ് ആയിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ചിലവര് സെക്സ് സിനിമ പിന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ചിലവര് ഈ സംഗതികളൊക്കെ പറഞ്ഞവര് അഭിനയിക്കുന്ന സിനിമയും അതിന്റെയൊക്കെ ഓരോ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പഴയത് തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവരൊക്കെ കഥ പറയാത്തയാ നല്ലത്. ഇനിയിപ്പോ ഞാൻ അധികം പറയുന്നില്ല, പറയും യൂട്യൂബിൽ ഏതോരുത്തൻ പറഞ്ഞു ഓനും ഇന്നലെ തോണ്ടിന്നൊക്കെ പറഞ്ഞോളൂ. അതാ സ്ഥിതി. പറഞ്ഞാ കുടുങ്ങിയില്ല. ഞമ്മള് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ? ഇവരൊക്കെ പൈസക്കാരെങ്കിലും അയക്കുക, നമ്മളെ അടുത്ത് വെച്ചാൽ മുക്കാലില്ല. അപ്പൊ നമ്മളെ കാര്യം ആകെ ഗതികേടാ ഇപ്പൊ. അങ്ങനത്തെയൊക്കെ സ്ഥിതിയാണ് ഇപ്പൊ ഇന്ന്. ആർക്കും ഒന്നും പറയാനും പറ്റില്ലല്ലോ. സ്വതന്ത്രമായിട്ട് സ്വതന്ത്ര നാടാണ്. സ്വതന്ത്ര നാട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ഗതികേടിലേക്ക് പോയോ എന്നൊരു സംശയമില്ല. ആ, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. സിനിമാ നടന്മാര് പാവങ്ങൾക്ക് യാതൊരു ഗതിയില്ലാണ്ടായി പോയിട്ടുണ്ട് ഇപ്പൊ. ആ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനമൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്ക് പെൻഷൻ കിട്ടുന്നതാണ്. കുറെ ആൾക്ക് എന്തൊക്കെയോ ചെറിയ ചെറിയ വീടുകളോ മുറികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ചില ആൾക്ക് ആസ്പത്രി കിടന്നിട്ടുണ്ടെങ്കിൽ ഈ ആസ്പത്രി ചെലവിന്റെ പൈസ വരെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ആസ്പത്രിക്കാർ ചിലപ്പോൾ ശവം വരെ വിട്ടുകൊടുക്കൂല, ഒരു പൈസ കൊണ്ട് അടച്ചിട്ടൊക്കെയാണ് അത് കിട്ടുന്നത്. ഇങ്ങനെ പല സംഗതികളും പല സഹായങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ കൂട്ടത്തിൽ ഓരോരു ക്ലബാണത്. ഓരവിടെ അടിച്ചു പൊളിക്ക് എന്തെങ്കിലും ചെയ്യും. ഇത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് പുറത്ത് നിന്നിട്ട് ക്യാമറ ഈ സാധനം ഗതിയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കല്ലേ പുറത്ത് റോട്ടുമ്പിൽ. ഓരോ മൈൻഡ് ചെയ്യില്ലല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ഒരു സാഡിസമാണ്. അതിന്റെയൊക്കെ ഒരു വികൃത രൂപമാണ് ഈ കാണുന്നത്, ഈ പത്രക്കാര് ഇങ്ങനെ വൃത്തികേടാക്കുന്നത്. ഒരു വ്യവസായത്തിനെ തന്നെ ഇല്ലാണ്ടാക്കുക. അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ വേറെ ഒന്നുമില്ല, ആകെ സിനിമയല്ലത്. ആ സിനിമേനെയും കൂടി ഇല്ലാണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നുമില്ല അവിടെ. ഓരോരുത്തന്മാര് 400, 500, 300, 150 ഒക്കെ കൊടുത്തിട്ട് ഈ സിനിമയൊക്കെ കണ്ടിട്ട് അതിന്റെയൊക്കെ പൈസയൊക്കെയാണ് ഇത് കേരളത്തിൽ ഇപ്പൊ തിരിഞ്ഞടിക്കുന്നുള്ളൂ. അവിടെ തന്നെ തിരിച്ചടിക്കുന്ന പൈസ അതേ ഉള്ളൂ. ബാക്കിയൊക്കെ കൃഷിക്കാരൊക്കെയാണ്. കൃഷിയൊന്നും ഇല്ല അവിടെ. ഉപ്പിട്ട് കർപ്പൂരം വരെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തണം. അതിന്റെ ഇടയിലാണ് ഇതൊക്കെ ഉള്ളത്. അപ്പൊ ഈ സംഗതി അവിടെ ഒരു വ്യവസായം വന്നൊരു ടാക്സ് ഒക്കെ ആയിട്ട് അതൊക്കെ കിട്ടിയിട്ടെല്ലാം കുറെ തിയേറ്ററുകാരും കാര്യങ്ങളും ഒക്കെ രക്ഷപ്പെട്ടു. ഷക്കീല പറഞ്ഞ മാതിരി എത്രയോ ടാക്കീസുകൾ പൂട്ടിയിട്ട് കല്യാണം ഇതാവുമായിരുന്നു. അതിന്റെ ഇടയിൽ ഞാനാ രക്ഷപ്പെടുത്തി കൊടുത്തത്. ഓള് കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ഓള് രക്ഷപ്പെടുത്തി കൊടുത്തു. ഓളെ സിനിമേനെ കൊണ്ട് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് ബിറ്റുകളൊക്കെ വന്നിട്ട്. ഇവരൊക്കെ സിനിമയിൽ കാണിക്കുന്ന ഓരോ സീനുകളൊക്കെ എന്താണെന്ന് ആലോചിക്കാൻ പറ്റൂല. ഒരു പെൺകുട്ടിയൊക്കെ എങ്ങനെ ചെയ്യുന്നതൊക്കെ നമുക്ക് സിനിമ കാണുമ്പോ തോന്നിപ്പോകും അല്ലേ? എനിക്ക് തോന്നിപ്പോയില്ല. അയ്യോ ഇവരൊക്കെ എങ്ങനെ ഇത് ഇത്ര ഭയങ്കരമായിട്ടൊക്കെ ഇതിങ്ങനെ ചെയ്യുന്നത്, ഇവർക്കൊക്കെ എങ്ങനെ ഇത് പറ്റുന്നതെന്നില്ലത് നമുക്കൊക്കെ തോന്നും അല്ലേ? എല്ലാവർക്കും തോന്നും, നിങ്ങൾക്ക് തോന്നും, നമുക്കും തോന്നും, എല്ലാവർക്കും തോന്നും. പക്ഷെ ഇവര് വളരെ കൂളായിട്ട് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ എല്ലാവർക്കും എന്ത് വേണമെങ്കിലും കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ പറയാണ് ഒരുത്തൻ എന്റെ വള പിടിച്ച്, ഒരുത്തൻ എന്റെ കഴുത്ത് പിടിച്ച്. വേറൊരാളെന്നിപ്പോ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആളെ പറ്റിട്ട് എന്തൊക്കെയാ പറയുന്നത്. ഏതോ ചെക്കനെ അയച്ചിട്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് അതുവരെ അയച്ചു കൊടുത്തിട്ടുണ്ട് രേവതിക്ക് എന്നൊക്കെ പറയുന്നത്. ആ പെണ്ണുകൾ പറയുന്നത് എനിക്ക് ആരും അങ്ങനെ അയച്ചൊന്നും തന്നിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ എല്ലാം കൂടി എണ്ണത്തുണി കൊണ്ട് ഏറാണ്. ഒന്നും പറയണ്ട. ഏതായാലും ഇതൊക്കെ ഒന്ന് അവസാനിച്ചിട്ട് ഈ വൃത്തികേടൊക്കെ ഒന്ന് ഇല്ലാണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും ആ സിനിമാ ലോകമൊക്കെ ഒന്നും കൂടി ഒന്ന് ഉഷാറാകട്ടെ. ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പുണ്ട് ഇതില്. സിനിമാക്കാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയുണ്ടല്ലോ. എല്ലാവർക്കും മോഹൻലാൽ ആവാൻ പറ്റൂല, എല്ലാവർക്കും മമ്മൂട്ടി ആവാൻ പറ്റില്ല, എല്ലാവർക്കും മഞ്ജു വാര്യർ ആവാൻ പറ്റൂല, ഒന്നുമില്ല. അപ്പൊ അതൊക്കെ ആവാൻ പറ്റാത്തവർ ഇപ്പുറം ഇരിക്കുന്നുണ്ട്. ഓർക്കിപ്പോ ഒരു ചാൻസ് ആണ്. അതാ ഇയാളെന്നെ തോണ്ടി, ഇയാളെന്നെ ഇതാക്കി, ഇയാളെന്നെ നോക്കി, ഇയാളെന്നെ ഇതാക്കി. ബാത്റൂമിലേക്ക് പോകുമ്പോ തോന്നിയാസം പറഞ്ഞ്, ബാത്റൂമിലേക്ക് പോകുമ്പോ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കഴിഞ്ഞില്ലേ പരിപാടി. വീട്ടില് പണ്ടൊക്കെ അവിടെ ഇവിടെ സിനിമ
മറ്റേ സംവിധായകരുടെ മുന്നിലൊക്കെ തലയും ചൊറിഞ്ഞിട്ട് ഇവരൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും ഇന്ന് ഇവര് വലിയ ആൾക്കാരാണേ. ഇന്ന് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ ഗമല്ല ആൾക്കാരാണ് ഇവര്. മമ്മൂട്ടി ആയാലും ശരി, മോഹൻലാലായാലും ഒക്കെ ശരി. മമ്മൂട്ടിയൊക്കെ ഇങ്ങനെ ആ എം ടി വാസുദേവൻ വീട്ടിന്റെ മുന്നിലൊക്കെ പോയിട്ട് ഇങ്ങനെ നിക്കലേന്ന് പറയുന്നിട്ട്. അങ്ങനെയുള്ള ആൾക്കാരും മോഹൻലാലും ഒക്കെ അങ്ങനെയായിരുന്നു. മോഹൻലാൽ പിന്നെ അങ്ങനെ ഉണ്ടായില്ല. തിരുവനന്തപുരത്തൊക്കെ എങ്ങനെയൊക്കെ കയറി പോയതാറ്റാ. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ പോയിട്ട് നിന്ന് തലയും ചൊറിഞ്ഞ് ഇങ്ങനെ നിന്നിട്ട് ഏതൊക്കെയോ സംവിധായകരെ ചൊറിഞ്ഞു പിടിച്ചിട്ടൊക്കെ ഇവരൊക്കെ വലുതായത് കുറെ കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഭയങ്കര കുളൂസാണ്. ഇപ്പൊ ഇവരെ കാണുന്നത് ഉന്തും തള്ളുകയാണ് ജനങ്ങള്. ജനങ്ങൾക്ക് ഭ്രാന്ത് പറയാൻ പറ്റൂല. നമ്മളെ പൈസയും കൊടുത്തിട്ട് നമ്മള് ഇവരിങ്ങനെ കാണുക, എന്നിട്ട് നമ്മളെ പൈസയും കൊണ്ട് ഇവര് വിലസിയിട്ട് ഭയങ്കര കാറുകളിലൊക്കെ പോവുക, എന്നിട്ട് ഇങ്ങനെ നോക്കിക്കുക പൊട്ടന്മാരെ വഴി. അതാണ് ഇപ്പൊ സ്ഥിതി. എന്തെങ്കിലും ആട്ടെ, ഞങ്ങൾ നോക്കിന്നാലും വേണ്ടില്ല. സിനിമാ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം അത് വല്ലാത്തൊരു ലോകമാണ്. ആ ലോകത്തിൽ ഇങ്ങനെ കുറെ ആൾക്കാർ ജീവിച്ചു പോകുന്നു. 10,000-കണക്കിന് ആൾക്കാർ കേരളത്തില് ഇതിനെ കൊണ്ട് ചോറുണ്ണുന്നുണ്ട്. അപ്പൊ ഈ സാധനമൊക്കെ ഇല്ലാണ്ടായി പോയിട്ടുണ്ടെങ്കിലേ സർക്കാർ വരെ കുടുങ്ങിപ്പോകും. ഇവരൊക്കെ എങ്ങനെ നോക്കുന്നില്ലത് പിന്നെ ആലോചിക്കേണ്ടി വരും. അപ്പൊ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോയി സിനിമേനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. നമസ്തേ.